പാത്തുട്ടിക്ക് ആനിമൽസിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരെ വിസിറ്റ് ചെയ്യാനൊക്കെ പോകാറുണ്ട്. ഈ പ്രാവശ്യം ഞങ്ങൾ തൃശ്ശൂർ സൂവിക്കാണ് കേട്ടോ പോയത്. പുതിയത് പണിയതല്ല, അത് ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ക്ലോസ്ഡ് ആണെന്നാണ് കാണിച്ചത്. അങ്ങനെ ഞങ്ങൾ പഴയതിക്ക് തന്നെ വണ്ടി വിട്ടു. ഗേറ്റിന്റെ ഫ്രണ്ടിലുള്ള കടയിൽ നിന്ന് കുറച്ച് ഉപ്പിലിട്ടതും വാങ്ങിയിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കയറിയത്. എനിക്ക് കഴിക്കാനാ, ബാക്കി രണ്ടെണ്ണം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു ഇങ്ങനത്തെ ഈറ്റബിൾസ് ഒന്നും ഉള്ളിക്ക് അലൗഡ് അല്ല, പുറത്ത് വെച്ചിട്ട് കഴിച്ചിട്ട് വേണമെങ്കിൽ പൊക്കോളാൻ. ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചിരുന്നില്ല, അപ്പം നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തിരുന്നിട്ട് കഴിച്ചിട്ടാണ് കയറിയത്. മൊത്തം ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. എന്തോരന്നോടെ അല്ല ഊമല്ല മൂങ്ങ, സോറി. How many owls are there? Count. Mommy didn't say. Let's go. Go there. Yes. Count, Patu. How many owls are there? How many owls? Snake. Snake. Where's the snake? അവിടെ ഒരു സ്നേക്ക് ഉണ്ട് കേട്ടാ. എന്താണ് കൊച്ചു പറയണത്? Come on, Patu. Okay. Come on, let's go and see. പാത്ത് സൂലങ്ങോട്ട് കയറിയേ പിന്നെ നിന്നിട്ടില്ല കേട്ടോ. അങ്ങനെ തുള്ളി ഓടിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഏതൊക്കെയോ മൃഗങ്ങളുടെയൊക്കെ പേരും വിളിച്ചു പറയുന്നുണ്ട്. ഇവിടെ നിറച്ച് മരങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കൊക്കെ ഇതിൽ കൂടെ നടക്കാനായിട്ട് നല്ല രസമാണ്. ഈ ഒരു ഏരിയ ചെറുതായിട്ടൊന്ന് റെനോവേറ്റ് ചെയ്താൽ മതിയായിരുന്നു. എന്തിനാണോ സൂവിന്റെ ലൊക്കേഷൻ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിയത്. ഇപ്പൊ പുതിയ സൂ ഉള്ള സ്ഥലത്താണെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര വെയില, പാറപ്പുറത്താന്നൊക്കെയാ പറഞ്ഞേക്കണേ. കാര്യം ഇവിടെ നിറച്ച് മരങ്ങളാണ്, നല്ല കൂൾ അറ്റ്മോസ്ഫിയർ ആണെങ്കിലും എനിക്കിവിടെ ഇഷ്ടപ്പെടാത്തൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനിമൽസിനൊക്കെ ഉണ്ടല്ലോ ജയിലടച്ച പോലെ ഇട്ടേക്കുന്നത്. സൂ എന്നൊക്കെ പറയുന്നത് മൃഗങ്ങളുടെ റിഹാബിലിറ്റേഷൻ ആണ് എന്നൊക്കെയാണ് ഒരു വെപ്പുള്ളത്. പക്ഷേ എനിക്ക് കേരളത്തിലത്തെ സൂസ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. അവർക്ക് ഒരുമാതിരി പേരിന് മിണ്ടാപ്രാണികളായതുകൊണ്ട് തന്നെ അവർ ടോർച്ചർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹൈദരാബാദ് പൂനെയൊക്കെ ഉള്ള സൂ കാണണമെന്ന്. അയ്യോ, അവർക്ക് എന്തോ ഒരു സ്പേസ് ആണെന്നറിയോ ഓടി നടക്കാനൊക്കെ. കാര്യം എനിക്ക് മൃഗങ്ങളെ പേടിയാണെങ്കിലും അവരങ്ങനെ ഓടി കളിച്ച് നടക്കണമെന്ന് തന്നെ ഒരു പ്രത്യേക ചന്തമാണ്. അത് കാണുന്നവർക്കായാലും നമുക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കുന്ന കാര്യമാണ്. കുറച്ച് മൃഗങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുത്തെ പ്ലേ ഏരിയക്ക് പോയി. എനിക്കറിയേയില്ലായിരുന്നു ഇവിടെ ഒരു കുട്ടികളുടെ പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന്. പാത്തുട്ടിയാണ് ഇതൊക്കെ ഓടി നടന്ന് കണ്ടുപിടിക്കണേ. പെയിന്റ് ഒക്കെ ചെയ്ത് നന്നായി വൃത്തിയിലൊക്കെ പെയിന്റ് ചെയ്യുന്ന സ്ലൈഡ്സും സ്വിങ്സും ഒക്കെ ആയിരുന്നു കേട്ടോ അവിടെ. വാട്ട് ഈസ് ദിസ് പാത്തു? വാട്ട് കളർ ഈസ് ദിസ്? Yellow. Good girl. I need to find them. Don't climb. So dangerous. When you reach here, so dangerous. Now it's okay. Go back, Patu. Go back. See? Hold it. വീട്ടിലെത്തിട്ട് അതേ. What are you doing, Patu? What color is this? Orange. This one. This color? A green. This? A blue. This one? A orange. This? A blue. This? A yellow. This? A red pink. What color is this? A red pink. Good. Pink, grey. Grey pink. അതേപോലത്തെ കളറായത്. Patu? Let's go away. What are you doing, Patu? What are you doing? I want drinking water. ഞങ്ങളുടെ കറക്കത്തിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പിന്നെ മനസ്സ് മാറാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേ ഏരിയ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലേ കാർണിവോറസ് ആനിമൽസിൻ്റെ ഒരു സെക്ഷൻ വരും. അതായത് നമ്മുടെ കടുവ, സിംഹം, പിന്നെ ചീറ്റയൊക്കെ ഉള്ളൊരു സ്ഥലം. ഇവിടെ ഈ മൃഗങ്ങൾ ഇട്ടിരിക്കുന്നതിനെ കൂടുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഒരു ടോർച്ചർ റൂം, ഭയങ്കര ഇരുട്ടാണ് കേട്ടോ ഉള്ളിൽ. പിന്നെ ഒരു ഗ്രില്ല് മാത്രമല്ല, 3-4 ഗ്രില്ലൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു സ്പേസിലാണ് കേട്ടോ ഇത്രയും വലിയ ആനിമൽസിന് ഇട്ടേക്കുന്നത്. ഒന്നാം
അങ്ങോട്ട് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സ്ഥലം പോലും ഇല്ല. ഞങ്ങളിത് ആദ്യമായിട്ടൊന്നല്ല കാണുന്നത്, എപ്പോഴൊക്കെ കാണുന്നുണ്ടോ അപ്പോഴൊക്കെ ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പൊ ഈ പറയണത്. പിന്നെ ഇതിപ്പോ എപ്പോഴും എന്തിനാ വീഡിയോ എടുത്ത് ഇടണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ടൈഗറിന്റെ കൂടിന്റെ അടുത്തോട്ട് പോയപ്പോഴുണ്ടല്ലോ ഭയങ്കര യൂറിന്റെ സ്മെല്ല് കേട്ടോ. അയ്യോ നിക്കാൻ പോലും പറ്റില്ല നമുക്ക്. കടുവേരെ കൂട്ടിയതാണ് ഈ വരുന്നത്. ഇവരിതൊന്നും വൃത്തിയാക്കാറില്ലാവോ? ക്യാമറ ലെൻസ് ഇങ്ങനെ സൂം ചെയ്തിട്ട് വേണ്ട ഈ കൂട്ടിന്റെ അകത്തെ കടുവേനെ കണ്ടുപിടിക്കാൻ. വെളിച്ചൊന്നും തീരില്ല. മര്യാദക്ക് കാട്ടില് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാണ്ട് പാഞ്ഞു നടന്നിരുന്ന കടുവേനെയും പുലിനെയും സിംഹത്തിനെയും ഒക്കെ പിടിച്ചോണ്ട് വന്നിട്ട് ഇവിടെ കൂട്ടിലിട്ടിട്ട് പീഡിപ്പിക്കുക. ഇതൊരു തരത്തില് പീഡനം തന്നെയല്ലേ. അങ്ങനെ ഞങ്ങള് കടുവേനെയൊക്കെ കണ്ടിട്ട് മുന്നോട്ട് നടക്കുമായിരുന്നു കേട്ടോ. പെട്ടെന്ന് വലിയൊരു ശബ്ദം കേട്ടു. സിംഹത്തിന്റെ കൂട്ടിൽ നിന്നായിരുന്നു അത്. ഏട്ടനും പാത്തും പിന്നെ അവിടെ കൂടിയിട്ടുള്ള കുറെ വിസിറ്റേഴ്സൊക്കെ അങ്ങോട്ടേക്ക് ഓടി. ഞാൻ പിന്നെ പതുക്കെ ക്യാമറ ആയിട്ട് ചെന്നത്. എന്താണെന്നറിയോ, ആ സിംഹത്തിന്റെ കാലൊടിഞ്ഞിട്ടുണ്ടേ. അപ്പം അതിന് നടക്കുമ്പോൾ വേദനിക്കണു. ഞങ്ങൾ ആദ്യം ചെന്ന് കണ്ടപ്പോൾ അത് കിടന്ന് ഉറങ്ങിയിരുന്നു. പാവത്തിന്റെ കരച്ചിലാണ് കേട്ടോ കേട്ടത്. ആദ്യമായിട്ടാണ് കേട്ടോ ഒരു സൂല് പോയിട്ടേ അവിടെയുള്ള ആനിമൽസിനോടൊക്കെ ഞങ്ങൾക്ക് പാവം തോന്നുന്നത്. സ്പെഷ്യലി സിംഹത്തിനോടും പുലിയോടൊക്കെ. എന്ത് കഷ്ടമല്ല ഈ ചെയ്യണത്. ഇതിനെ ഉപദ്രവിക്കാൻ വേണ്ടി ഇവരെ കൂട്ടിലാക്കിയ പോലെ. നോക്കാൻ പറ്റില്ലെങ്കിൽ അങ്ങോട്ട് തുറന്ന് വിട് കാട്ടിലോട്ട്, അതെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പൊക്കോളുന്നൊക്കെയാ. ഇതിപ്പോൾ എന്തോന്നൊക്കെയാണ് കാണിച്ചു കൂട്ടണേ. കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് സൂ ഒക്കെ വിസിറ്റ് ചെയ്യുന്നത്. അവിടെ ഇങ്ങനത്തെ സീൻസൊക്കെ കാണുമ്പോഴുണ്ടല്ലോ വല്ലാത്തൊരു വിഷമമാണ്. ഇതിപ്പോൾ അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിലോ. ഈ സൂവിൽ ആകെ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തു എന്ന് ഞങ്ങൾക്ക് തോന്നിയൊരു സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മലമ്പാമ്പിനെ സൂക്ഷിച്ചിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. വേറെയും കുറേ കുട്ടി കുട്ടി സ്നേക്സ് ഒക്കെ ഉണ്ട്. ആ ഒരു ഭാഗത്തേക്ക് പോയപ്പോഴുണ്ടല്ലോ ഏട്ടൻ പറഞ്ഞത്, ഓ ഇത് എൻ്റെ ചെറുപ്പത്തിൽ എങ്ങനെയാണോ ഈ ഭാഗം അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പോഴെന്ന്. ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. 3-4 എണ്ണത്തിൽ മാത്രമേ പാമ്പിനെ കണ്ടുള്ളൂ. ബാക്കിയുള്ളതിനെ ഷിഫ്റ്റ് ചെയ്തു എന്നാ തോന്നുന്നത് പുതിയ സൂക്ക്. കാലത്തിനനുസരിച്ചല്ലേ നമ്മളെല്ലാവരും മാറണേ, സൗകര്യങ്ങളും കൂടി. അപ്പോൾ പിന്നെ ഈ ആനിമൽസിനെ മാത്രം ഇങ്ങനെ ഇടുന്നത് ശരിയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എന്തായാലും പറയണം കേട്ടോ. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.